പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ജ്ഞാനത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും അതുപോലെ തന്നെ ത്യാഗത്തിൻ്റെയും തപസ്സിൻ്റെയും സന്ദേശമാണ് ശിവരാത്രി നമുക്ക് തരുന്നത്. ഈശ്വരസ്മരണയോടെ ദിവസം മുഴുവൻ ഉപവസിക്കുന്നതും രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചിരിക്കുന്നതാണ് ശിവരാത്രിയുടെ മുഖ്യ ഭാഗം. എന്നാൽ ഉറക്കമൊഴിച്ചിരിക്കുക എന്നത് മാത്രമല്ല, ചിന്തയിലും വാക്കിലും പ്രവൃത്തിയും ബോധമുണർത്തുക എന്ന തത്വം കൂടി അതിലുണ്ട്. അതാണ് ശരിയായ ഉണർവ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം ഓർക്കുകയും വ്രതമനുഷ്ഠിക്കുകയും ചെയ്യേണ്ട ഒരു ചടങ്ങല്ല ശിവരാത്രി. ഈശ്വരനെ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഓരോ നിമിഷവും മനനം ചെയ്ത് പ്രായോഗികമാക്കാൻ ശ്രമിക്കേണ്ട ജീവിത വ്രതവുമാണത്. തയ്യക്കാട് തേലുമ്പോൾ ചിലർ സൂചി നൂലും കുരുക്കം എന്നിട്ട് കടിച്ചു പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കും. അവരപ്പോൾ സംസാരിക്കുന്നുണ്ടെങ്കിലും മനസ്സ് സൂചിയിലാണ്. സൂചിയാണ് വായിരിക്കുന്നത്. സംസാരിക്കുമ്പോൾ അത്ര വളക്കത്തില്ല. പൂർണ്ണമായും ഒരു വശം അടയത്തില്ല. കുരുക്കുമ്പോഴും എങ്ങനെയാണ്, കൈ സൂചി കൈ ഉണ്ടെങ്ങനെ അതേപോലുള്ളൊരു അവയർനെസ്. സൂചി കുരുക്കാനുള്ള ശ്രദ്ധ, ഇവിടെ ഊട്ടയിലേക്ക് നൂല് കുരുക്കാനുള്ള ശ്രദ്ധ പോലെ. അപ്പം തീ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ നടന്നാൽ എന്ത് ചെയ്താലും ശ്രദ്ധിച്ച് പിടിച്ചില്ലേ നമ്മുടെ ദേഹം കൊള്ളും, അല്ല മറ്റുള്ളവർക്ക് കൊള്ളും. അതേപോലൊരു ബോധം. അപ്പോൾ കറണ്ടിന് മുമ്പ് നിൽക്കുമ്പോഴങ്ങനെയാണ് തട്ടിയ ഷോക്ക് അടിക്കും. അപ്പോൾ അതിൽ ചെരുപ്പിട്ട് വളരെ ശ്രദ്ധിച്ചൊക്കെയാണ് അവർ ചെയ്യുന്നത്. അതുപോലെ ഓരോ കർമ്മത്തിലും നമ്മൾ ബോധം കൊണ്ടുവരണം. ആ ബോധം കൊണ്ടുവന്ന എല്ലാം ധ്യാനമായി മാറുമെന്നുള്ളതാണ് ഇത് കർമ്മം. അത് കർമ്മയോഗമാകുകയും ചെയ്യും. ഈ സർക്കസ് പഠിച്ചിട്ട് കളിക്കാൻ പോകുന്നത് കാണാം. ചെറുപ്പത്തിൽ അവർക്ക് നല്ലവണ്ണം പഠിച്ചുകൊണ്ട് ഒരു നൂൽപ്പാലത്തിൽ കൂടിയും നടക്കുന്നതാണ്. അന്ന് അവിടെ അത്രയും നാളത്തുള്ള റിഹേഴ്സലാണ്, അത്രയും നാളത്തുള്ള അഭ്യാസമാണ് അവർക്ക് ആ നൂൽപ്പാലത്തോട് നടക്കാൻ പറ്റുന്നത്. അപ്പം അതുപോലെ ചെറുപ്പത്തിൽ നമുക്ക് ആ ശാസ്ത്രജ്ഞാനം കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ഭാവം ശരിക്കും കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ സത്സംഗം ശ്രവിക്കണം. അപ്പോൾ ആ ഒരു ബോധത്തെ കൊണ്ടുവരണേ ശരിക്ക് ഓരോ കർമ്മത്തിലും ആ സ്മരണയോട് ചെയ്യാൻ. ഋഷികൾ യുഗം തപസ് ചെയ്ത് സാക്ഷാത്കരിച്ചത് ഗോപികൾ ഭർത്താവും കുട്ടികളും ബിസിനസ്സും അതിൻ്റെ നടുക്ക് നിന്നാണ് ഭഗവാനെ സാക്ഷാത്കരിച്ചത്. കാരണം ഓരോ കർമ്മത്തിലും ഭഗവാൻ ബോധം ഉണ്ടായിരുന്നു. അതായത് വല്യപ്പാട്ടയിലെ മുഖകൃഷ്ണ, മുളക് പാട്ടിൽ മുകുന്ദ, അല്ലെ മഞ്ഞൾപ്പാട്ടയിൽ മുരാരെ ഗോവിന്ദ, അങ്ങനെ എല്ലാത്തിലും ആ ഏതിലാണ് മഞ്ഞളിരിക്കുന്നത്, മുകുന്ദനിലാണ് മഞ്ഞളിരിക്കുന്നത്, ഗോവിന്ദനിലാണ് മുളകുപൊടി ഇരിക്കുന്നത്, അല്ലെ മഞ്ഞൾപ്പൊടി ഇരിക്കുന്നത് അല്ലെ മുരാലാണ്, മാധവനിലാണ് അരിയിരിക്കുന്നത്, അല്ലെ കേശവനിലാണ് അല്ല ഉപ്പിരിക്കുന്നത്. അങ്ങനെ എപ്പോഴും ആ നാമം ആ ഒരു ഭാവത്തിൽ കൂടിയാണ്. സൃഷ്ടി കൂടി സൃഷ്ടാവിനെ കാണാനുണ്ട്, പക്ഷേ സൃഷ്ടാവ് കൂടി സൃഷ്ടിയെ കാണും. അതിനെ ഓർത്തുകൊണ്ട് അതിൽ കൂടാണ് ഇത് ഓർക്കുന്നത്. അപ്പോൾ രണ്ടും ഒരേപോലെ തന്നെ അവിടെ ധ്യാനമായി മാറിയത്. മോര് തൈര് വെണ്ണ അവർ വിൽക്കാൻ പോകും. അപ്പം കൃഷ്ണാമുന്താമുരാരേ കൃഷ്ണാമുന്താമുരാരേ എന്ന് പറയാം. അപ്പം ശബ്ദം കേൾക്കുമ്പോൾ അവർ വിളിക്കും. മോര് തൈര് വെണ്ണ അവർ വിറ്റിട്ട് വരും. അപ്പോൾ ഇപ്പോഴും ആ സ്മരണ. അതുകൊണ്ട് അതിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ അവർക്ക് വേഗം സാക്ഷാത്കരിക്കാൻ സാധിച്ചു. പിന്നെ കലിയുഗം എന്ന് പറഞ്ഞാൽ ശബ്ദകോലാഹലം നിറഞ്ഞാണ്. അപ്പം നാമജപം കൊണ്ട് തന്നെ നമ്മളെ ബോധത്തോട്ട് കൊണ്ടുവരാനും പറയില്ല. സ്വന്തം നീന്ത് പഠിച്ചവൻ തിരെ ആസ്വദിക്കുന്നു. ഇപ്പോൾ വെളി രാജ്യത്തൊക്കെ പോകുമ്പോൾ ആസ്ട്രേലിയയിലൊക്കെ പോകുമ്പോൾ അല്ലാതെ തിരയുള്ള കടലാണ് ആസ്ട്രേലിയൻ കടൽ. പക്ഷെ അവരൊരു കൊതുമ്പ് ചെറിയ തടി കഷ്ണം പോലുള്ള വെള്ളത്തിൽ ഒരു പാകണ്ട്, അതിലങ്ങനെ തിരയിൽ അവർ മലന്ന് കിടക്കും. അപ്പോൾ തിര ഇങ്ങനെ തിരയുടെ വലിയ തിരയാണ്, അതിങ്ങനെ ആസ്വദിച്ച്
ഹളാത്തിന് പോന്ന നീന്തരിഞ്ഞൂടാത്തളെന്നും വീണയത്ത് പോകത്തേ ഉള്ളൂ. അപ്പം അതുപോലെ നമ്മൾ ആ ശാസ്ത്രം ചെറുപ്പത്തിലേ കിട്ടിയിട്ടുണ്ടല്ലേ, സത്സംഗം ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. അങ്ങനെ വന്നാൽ ആ മനഃശക്തി കിട്ടുള്ളൂ. സാഹചര്യങ്ങൾ നേരിടാനും വരുന്നതിനെ സ്വീകരിക്കാനും മുൻവിധിയില്ലാതെ കാണാനും തന്നെ നമുക്ക് സാധിക്കുകയുള്ളു. അല്ലെങ്കിൽ നമ്മൾ തളർന്ന് ആ മനസ്സിന് ടെൻഷനായി ഇല്ലാത്ത രോഗങ്ങളെല്ലാം ചെറുപ്പത്തിലേ ബാധിക്കും. ചെറുപ്പത്തിലെ ഡിപ്രഷനാകുന്നു, ചെറുപ്പത്തിലെ പല പല അസുഖങ്ങൾ വന്നു കയറാൻ നമ്മൾ തന്നെ സാഹചര്യം കൊടുക്കുന്നു. കുറച്ച് നേരം നമ്മൾ ആ നിശ്ചലതയിൽ പരമാത്മബോധത്തെ ഉണർത്തിയിരിക്കുക മനസ്സിൻ്റെ ആരോഗ്യത്തിനുകൂടി നല്ലത് തന്നെയാണ്. അതിനാൽ നമ്മുടെ ചിന്തയെക്കുറിച്ചും വാക്കിനെക്കുറിച്ചും പ്രവൃത്തിയെക്കുറിച്ചും നമുക്കെപ്പോഴും ബോധമുണ്ടായിരിക്കാൻ ശ്രമിക്കണം. ഈ ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ അജ്ഞാനം മാറുന്നത്. ഇരുട്ടിനെ നമുക്ക് എടുത്തു മാറ്റാൻ ഒരു വസ്തുവല്ല. പ്രകാശം കൊണ്ടുവരുമ്പോൾ സ്വഭാവമായിട്ട് ഇരുട്ടില്ലാതാകും. അതുപോലെ നമ്മളിൽ ബോധമുണരുമ്പോൾ അജ്ഞാനത്തിന് ഇരുട്ട് മാറുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ ബോധമാണ്. നമ്മൾ ബോധം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ തെറ്റ് പറഞ്ഞാലും ചീത്ത വിളിച്ചാലും അറിവില്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ അയാൾ ദേഷ്യ സമയത്ത് നമുക്കത്ര വിഷമം തോന്നി, നമ്മളിനി അതുപോലെ ആരോടും ദേഷിക്കരുത്. നമുക്കത്ര ദുഃഖം തോന്നി, അപ്പോൾ നമ്മൾ ദേഷിച്ചാൽ ദുഃഖം വരും മറ്റാൾക്ക്. അപ്പം അതിൽ നിന്നൊരു പാഠം എടുക്കണം. അപ്പം ആ ബോധം വന്നാൽ ഇങ്ങനെയൊക്കെ എടുക്കുകയില്ല. നമ്മുടെ ദുർബലതയെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയാണ് മറ്റുള്ളവരെ. എന്നുകൊണ്ട് ആ സ്വീകരിക്കൽ മനോഭാവം നോക്കണം. Kumara
भूमिपते भुवनाधिपते जय साधुपते सकलाधिपते भूमिपते भुवनाधिपते जय साधुपते सकलाधिपते भूमिपते भुवनाधिपते जय साधुपते सकलाधिपते കരകാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമ നിലയറിയാത്ത നിതാന്ത നിയോഗം നിലയറിയാത്ത നിതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. In and through this process of life and death, two things exist as deathless. One is changing and the other is changeless. ഒന്ന് മാറുന്നതാണ്, മറ്റത് മാറാത്തതാണ്. The changing desires, thoughts, emotions, they don't die. And you carry that to the next birth, right? So it's endless. And the other aspect is the changeless self, the Atman or consciousness. The difference is that the mind and desires are superficial. മനസ്സും ആഗ്രഹങ്ങളും സൂപ്പർഫിഷ്യലാണ്, ഉപരിപ്ലവമാണ്. ആൻഡ് കോൺഷ്യസ്നസ് ഇസ് ഇറ്റേണൽ. വൺ ഓഫ് ദി മോസ്റ്റ് എസെൻഷ്യൽ ആൻഡ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് for the Guru-Shishya relationship to be beneficial and complete is Atma Samarpana, self-surrender. ആത്മസമർപ്പണമില്ലാതെ ഒരിക്കലും ഗുരു-ശിഷ്യ ബന്ധം പൂർണ്ണമാകില്ല. And what is the crux of ആത്മസമർപ്പണം? എന്താണ് അതിൻ്റെ അന്തസത്ത? ആത്മസമർപ്പണത്തിൻ്റെ the love and fearlessness of the disciple. ശിഷ്യൻ്റെ പ്രേമം, നിർഭയത്വം. എന്തിനാ പ്രേമത്തിന് നിർഭയത്വം എന്ന് തോന്നിയേക്കാം. Why fearlessness is important? If there has to be love, love can only survive and attain perfection when fear disappears. And this fearlessness is not to be mistaken for heroism or boldness like the movie heroes. ഇത് ഹീറോയിസം എന്ന് പറയുന്ന നിർഭയത്വമല്ല. കൺവേഴ്സ്ലി ഇറ്റ് ഈസ് ദ ഫിയർലെസ്നെസ് ഓഫ് ദ ഡിസൈപ്പിൾ ടു സറണ്ടർ, സാക്രിഫൈസ് ഹിസ് ഈഗോ. അതാണ് ഭയം, അതാണ് ഈ ഇൻസെക്യൂരിറ്റി മുഴുവൻ. അഹന്ത. അപ്പോൾ അത് സമർപ്പിക്കാനുള്ള നിർഭയത്വം. Only when the disciple has the courage to do that, or shall we say dares to do that, ധീരത, അതാണ്
ധീരത. കശ്ചിത് ധീര. എന്താണ് ധീരത? അഹങ്കാരം സമർപ്പിക്കാനുള്ള ധൈര്യം. Only when we surrender, our ego will true love arise in him or her. And love gives us wings to fly, to soar to the highest point of existence, which is self-realization. പ്രേമത്തിന് മാത്രമേ പറക്കാൻ കഴിയൂ. പക്ഷികൾക്ക് പറക്കാൻ കഴിയും. മനുഷ്യന് പറക്കണമെങ്കിൽ, if human beings want to fly, only one thing will allow them to do so. That's love. And once love enters, പ്രേമം വന്നാൽ light automatically follows. പ്രേമമുണ്ടെങ്കിൽ പ്രകാശം തനിയെ വരും. Word light in English, it has two meanings. നമുക്കെല്ലാവർക്കും അറിയാം. One is radiance or luminosity. The other is lightweight എന്ന് പറയില്ലേ? Lightweight. It's very light, don't worry. I will carry it. അങ്ങനെ പറയും. So love, light and weightlessness are connected. പ്രേമവും പ്രകാശവും ഭാരമില്ലായ്മയും. ഇപ്പോൾ മനസ്സിലായില്ലേ ഹനുമാൻ എങ്ങനെ പറക്കാൻ കഴിഞ്ഞെന്ന്? This is an explanation about Hanuman's capability to fly, to become nothing, to become as small as he could and as big as he could. പ്രേമം, രാമനോടുള്ള പ്രേമം. So love, light and weightlessness are connected. When you are full of love, you become full of light and can soar, fly to great heights, because in the absence of ego, ഈ ഭാരം മുഴുവൻ എവിടുന്നാണ് ഉണ്ടാകുന്നത്? Ego is the weight. So in the absence of ego, you become light-weighted. അവിടെയാണ് ഹ്യൂമിലിറ്റി വരുന്നത്. So it is all connected. Just catch hold of one quality, imbibe one quality, be with that, uphold that virtue, no matter what happens. So love and light are not two. Light is inherent in love. As Amma says, life and love are not two, they are one and the same. In other words, Ma and Om are the same. അമ്മ ഓം ധ്യാനം ചെയ്യില്ലേ? മാ ആൻഡ് ഓം ആർ സെയിം. To explain it more explicitly, light and life are synonyms of love. Lack of love is darkness. And that is one explanation for the current experience humanity is going through. We lost love in our hearts. And light cannot exist without love. So darkness stepped in. The darkness of selfishness, greed, jealousy, hatred, exploitation of others for political gain, and so on and so forth. So when love disappeared from within and without this world, the heaven on earth disappeared and hell appeared. COVID-19 is just a small experience of hell. നരകത്തിൻ്റെ ഒരു ചെറിയ അനുഭവമാണ്. So if there is a bridge that connects human beings and God, earth and heaven, it is love.